പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ PSC ബുള്ളറ്റിൻ, അതായത് 2024 ഓഗസ്റ്റ് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് വിശകലനം വിജയത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല. ഓപ്ഷൻസ് ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ. ആൻസർ കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല. കേരളത്തിൽ കടൽ തീര ദൈർഘ്യം കൂടുതലുള്ള ജില്ലയും കണ്ണൂരാണ്. അപ്പോൾ കേരളത്തിൽ കണ്ടൽക്കാടുകളും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്. കണ്ടൽ വന ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും സുസ്ഥിര പരിപാലനത്തിനും സംരക്ഷണവും ലക്ഷ്യമിട്ട് യുനെസ്കോ ജൂലൈ 26 ലോക കണ്ടൽ വന സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ജൂലൈ 26 ഓർമ്മ വയ്ക്കുക. കണ്ടൽവന ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനമാണ് ജൂലൈ 26. കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും സുസ്ഥിര പരിപാലനത്തിനും സംരക്ഷണവും ലക്ഷ്യമിട്ട് യുനെസ്കോ ജൂലൈ 26 ലോക കണ്ടൽവന സംരക്ഷണ ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവന മേഖലയാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖല. മാംഗ്രോവ്സ് ഫോർ ദ ഫ്യൂച്ചർ തീരദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി IUCNും UNDPയും വികസിപ്പിച്ച സംരംഭമാണ് മാംഗ്രോവ്സ് ഫോർ ദ ഫ്യൂച്ചർ. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേടൻ പൊക്കുടൻ. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കല്ലേടൻ പൊക്കുടൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. അപ്പോൾ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം കല്ലേടൻ പൊക്കുടൻ്റെ ആത്മകഥയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. അതുപോലെ കടൽ തീര ദൈർഘ്യം കൂടുതലുള്ളതും കണ്ണൂരാണ്.